Special features of EDP functioning. ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗിന്റെ ഫംഗ്ഷനിന്റെ പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. EDP എന്താണ്? മെനി അപ്ലിക്കേഷൻസ് ബിസിനസ് എന്റർപ്രൈസസിൽ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള അപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഫൈനൽ അക്കൗണ്ടിങ്ങിന്, സെയിൽസ് അനാലിസിന്, ക്രെഡിറ്റ് കൺട്രോളിന്, ഇൻവെന്ററി റെക്കോർഡ്സിന്, കൺട്രോൾ പേറോർ പ്രിപ്പറേഷന് വേണ്ടി, പ്ലാനിങ്, കാസ്റ്റിംഗ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് വേണ്ടി, ഇങ്ങനെ വ്യത്യസ്ത അപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. മാനേജ്മെന്റ് ആൻഡ് കപ്പാസിറ്റി ടു റിസീവ്, സ്റ്റോർ ആൻഡ് കോറിലേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കഴിയുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടർ ഇതിനനുസരിച്ച് ആഡ് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചൊക്കെ എന്ത് ചെയ്യാം, പല ആപ്ലിക്കേഷനും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ പ്രത്യേകതകൾ, ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഇനി സ്പെഷ്യൽ ഫീച്ചേഴ്സ് പറയുന്നതാണ് ഈസി ആക്സസ് ടു ഡാറ്റ ആൻഡ് പ്രോഗ്രാം. ഇൻ EDP സിസ്റ്റത്തിലാണെങ്കിൽ ഡാറ്റയിലും പ്രോഗ്രാമിലും എന്ത് ചെയ്യും, ഈസിലി എന്ത് ചെയ്യും, നമുക്ക് ആക്സസ് ചെയ്യാനും അൾട്ടർ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അത് നമുക്ക് യൂസ് ഓഫ് റിമോട്ട് ടെർമിനൽസ് വഴി തന്നെ നമുക്ക് ദൂരെ നിന്ന് തന്നെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഡാറ്റയും പ്രോഗ്രാം എന്ത് ചെയ്യാം, നമുക്ക് ആക്സസ് ചെയ്യാനും അൾട്ടർ ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഈസി ആക്സസ് ടു ഡാറ്റ ആൻഡ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കൺസിസ്റ്റന്റ് ഫോർ പെർഫോമൻസ്. ദെൻ EDP സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? കൺസിസ്റ്റന്റ് ആയിരിക്കും അതിന്റെ പെർഫോമൻസ്. എന്താണ്? മോർ റിലയബിൾ ആയിരിക്കും ദാൻ മാനുവൽ സിസ്റ്റത്തിനേക്കാളും. ഇൻ ആസ് മച്ച് as they perform functions exactly as program. ഇത് പ്രോഗ്രാം ചെയ്ത പോലെ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഫാൾട്ടി കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെങ്കിൽ അതെന്ത് ചെയ്യും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലാതെ പ്രോഗ്രാം ചെയ്തതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കൺസിസ്റ്റന്റ്ലി പ്രോസസ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും, കൃത്യമായി പ്രോസസ് ചെയ്യും, പെർഫോം ചെയ്യും എന്നുള്ളതാണ്. തന്നെ ഒന്നാമത്തത് ഈസി ആക്സസ് ടു ഡാറ്റ ആൻഡ് പ്രോഗ്രാം ആൻഡ് കൺസിസ്റ്റന്റ് പെർഫോമൻസ്. EDP ഫംഗ്ഷനിങ്ങിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. then 3 പ്രോഗ്രാംഡ് കൺട്രോൾസ്. EDP സിസ്റ്റത്തിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഇപ്പോൾ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ എന്ത് ചെയ്യാണ്, ഇൻകോർപ്പറേറ്റ് ചെയ്തായിരിക്കും. അതിന്റെ പാസ്വേഡ് ആർ യൂസ്ഡ് ടു പ്രിവെന്റ് അൺഓതറൈസ്ഡ് ആക്സസ് ടു ഡാറ്റ. പാസ്വേഡ് കണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്ന കാര്യം അനധികൃതമായിട്ട് എന്ത് ചെയ്യുക, ഡാറ്റകൾ ഉപയോഗപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യും, തടയാനും പാസ്വേഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. Then next is single transactions update of database computer files. നമ്മൾ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ സിംഗിൾ ഇൻപുട്ട് ടു ദി സിസ്റ്റം മേ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ഓൾ റെക്കോർഡ്സ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസാക്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസ്, എല്ലാ ഡാറ്റയും എന്ത് ചെയ്യും, അത് അപ്ഡേറ്റ് ആവും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സിംഗിൾ ട്രാൻസാക്ഷൻസ് അപ്ഡേറ്റ് ഓഫ് ഡാറ്റാബേസ് കമ്പ്യൂട്ടർ ഫയൽ. ഡാറ്റാബേസ് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ ഫയലുകളിലൊക്കെ ആ ട്രാൻസാക്ഷനിലുള്ള മാറ്റം, അതിന്റെ എഫക്റ്റ് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു എന്നുള്ളതാണ് EDPയുടെ മറ്റൊരു സവിശേഷതയായിട്ട് പറയുന്നത്. vulnerability of data and program storage media. Large volume of data and computer program may be stored on magnetic tape അല്ലെങ്കിൽ ഡിസ്കുകളിൽ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നമാണ് vulnerability of data എന്ന് പറയുന്നത്. മീഡിയ ഓഫ് vulnerable to theft, loss, intentional അല്ലെങ്കിൽ accidental destruction. ആക്സിഡന്റലോ ഇന്റൻഷനലോ ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഡാറ്റ മൊത്തം പോയി പോകാനുള്ള സാധ്യതയുണ്ട്. vulnerability ഓഫ് ഡാറ്റ ആൻഡ് പ്രോഗ്രാം സ്റ്റോറേജ് മീഡിയ. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റകൾ എന്ത് ചെയ്യാം, നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്, മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത്. നെക്സ്റ്റ് യൂസ് ഓഫ് കോഡ്സ് എന്നുള്ളതാണ്. നമുക്ക് EDP സിസ്റ്റം എന്നുള്ളത് കോഡ് നമ്പേഴ്സ് ആണ് ഉപയോഗിക്കുക. കോഡ് നമ്പേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ടു റെപ്രസെന്റ് നെയിംസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ നെയിംസും അതിന്റെ ഡിസ്ക്രിപ്ഷന് പകരം
കോഡ് നമ്പേഴ്സ് ആണ് പ്രോഗ്രാംസ് ആണ് ഇതിന് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക. ഓഡിറ്റർ ഫെമിലറൈസ് ഹിംസെൽഫ് വിത്ത് സച്ച് കോഡ്സ്. ഓഡിറ്റർ അത്തരം കോഡുകളായിട്ട് എന്ത് ചെയ്യണം, ഫെമിലറൈസ് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓഡിറ്റർ അതുമായിട്ട് ആ കോഡുകൾ അറിഞ്ഞിരിക്കണം, തിരിച്ചറിയുന്ന ആളായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇനി പറയാനുള്ളത് EDP ആപ്ലിക്കേഷൻ കൺട്രോൾ എന്താണെന്നുള്ളതാണ്. ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ളതിൻ്റെ ആപ്ലിക്കേഷൻ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് aim at ensuring that all transactions are authorized, recorded and processed completely and accurately and timely. EDP ആപ്ലിക്കേഷൻ കൺട്രോൾ EDP ആപ്ലിക്കേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് കൺട്രോൾ ഓവർ ഇൻപുട്ട് പ്രോസസ്സിംഗ് ഔട്ട്പുട്ട്. കൺട്രോൾ ഓവർ ഇൻപുട്ട് പ്രോസസ്സിംഗ് ഔട്ട്പുട്ട്, അതായത് നമ്മൾ ഒന്ന് പറയുന്നത് എല്ലാ ട്രാൻസാക്ഷൻസ് ഓതറൈസ്ഡ് ആവുക, റെക്കോർഡഡ് ആവുക, പ്രോസസ് കംപ്ലീറ്റ്ലി ആൻഡ് ആക്യുറേറ്റ്ലി ടൈംലി ബേസ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആപ്ലിക്കേഷൻ കൺട്രോൾ തന്നെ 3 വിധമാണ്: കൺട്രോൾ ഓവർ ഇൻപുട്ട്, കൺട്രോൾ ഓവർ പ്രോസസ്സിംഗ്, കൺട്രോൾ ഓവർ ഔട്ട്പുട്ട്. അപ്പം നമ്മൾ EDP എൻവയോൺമെന്റ് ആപ്ലിക്കേഷൻ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് അത് കൺട്രോൾ ഇൻപുട്ട് മുതൽ അതിൻ്റെ ഔട്ട്പുട്ട് വരെയുള്ള കൺട്രോൾ എന്നുള്ള പ്രോസസ്സ് വരും. അപ്പോൾ കൺട്രോൾ ഓവർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ കൺട്രോൾസ് ഓർ ഇൻപുട്ട് ആർ എസെൻഷ്യൽ ഇൻ EDP സിസ്റ്റം. EDP സിസ്റ്റത്തിൽ നല്ല പ്രോപ്പർ കൺട്രോൾ ഓവർ എന്താണ് ഇൻപുട്ട് എന്താണ് ആവശ്യമാണ്. ഇൻപുട്ട് ഡാറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈം ഡാറ്റയാണ്. ആ പ്രൈം ഡാറ്റ അതിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻസ് പ്രൈം ഡാറ്റ. ക്വാളിറ്റി ഓഫ് EDP സിസ്റ്റം ഡിപ്പെൻസ് പ്രൈം ഡാറ്റ. EDP സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈം ഡാറ്റയാണ്. ദെർഫോർ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് only authorized, accurate, complete input fed with the system. ആ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്യുന്ന ഡാറ്റ എന്തായിരിക്കണം? ഓതറൈസ്ഡ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം ആൻഡ് കംപ്ലീറ്റ് ഇൻപുട്ട് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ അത് സ്ക്രൂട്ടനൈസ് ചെയ്യും വേരിയസ് കൺട്രോൾ ഓവർ ഇൻപുട്ട്. ഈ കൺട്രോൾ ഓവർ ഇൻപുട്ടിൻ്റെ കാര്യത്തിൽ ഓഡിറ്റർ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യണം. EDP സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് എന്ത് ചെയ്യും ഓഡിറ്റർ പഠിച്ചിരിക്കണം. അത് അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, എറേഴ്സ് ഇതിലുണ്ടാകുന്ന എറേഴ്സിന് ഇൻപുട്ട് ഹൗ ദേ ക്യാൻ പ്രിവെന്റ്, അതെങ്ങനെ തടയാമെന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഓഡിറ്റർ കൺട്രോൾ ഓവർ ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡാറ്റ പ്രൈം ഡാറ്റയാണ്. ആ പ്രൈം ഡാറ്റയുടെ ക്വാളിറ്റിയാണ് ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റിയൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഡാറ്റ അത് ഓതറൈസ്ഡ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ഇൻപുട്ട് ആയിരിക്കണം. ഓഡിറ്റർ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യണം. കൺട്രോൾ ഓവർ ഇൻപുട്ട് ഈ ഷുഡ് ഓൾസോ സ്റ്റഡി. EDP സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് ഓഡിറ്റർ പഠിച്ചിരിക്കണം. അത് എറേഴ്സ് വരുന്നതിനെ തട്ടി എന്ത് ചെയ്യും പ്രിവെൻറ്റ് ചെയ്യാൻ ഇയാളെ സഹായിക്കുന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് കൺട്രോൾ ഓവർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സീരീസ് ഓഫ് കൺട്രോൾ ക്യാൻ ബി അപ്ലൈഡ് ഓൺ പ്രോസസ്സിംഗ് ഡാറ്റ, ഓൺ ഫയൽ, എഡിറ്റിംഗ് ഡാറ്റ, ഫോർമാറ്റ് ചെക്സ്, സീക്വൻസ് ചെക്സ്. നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഫോർമാറ്റ് അല്ലെങ്കിൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ സീക്വൻസ് ചെക്ക് പോലുള്ളതിലൂടെ അതിൻ്റെ പ്രോസസ്സിംഗ് കൺട്രോൾ എന്ത് ചെയ്യാം നമുക്ക് നടപ്പിലാക്കാം. അതായത് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഡാറ്റ, ഫോർമാറ്റ് ചെക്ക് അല്ലെങ്കിൽ സീക്വൻസ് ചെക്ക്, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം നമുക്ക് പ്രോസസ്സിങ്ങിലുണ്ടായിട്ടുള്ള കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുവരാൻ സാധിക്കും. കൺട്രോൾ ഓവർ ഔട്ട്പുട്ട്. എന്താണ് കൺട്രോൾ ഓവർ ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇൻപുട്ട് കൺട്രോൾ ആൻഡ് കൺട്രോൾ ഓവർ പ്രോസസ്സിംഗ് ഹെൽപ്സ് ദ സിസ്റ്റം ടു മേക്ക് ആക്യുറേറ്റ് ഔട്ട്പുട്ട്. നമ്മൾ പറഞ്ഞു നല്ലൊരു ഡാറ്റ ഫെഡ് ചെയ്താലും അതേപോലെ തന്നെ നല്ലൊരു പ്രോസസ്സിങ്ങിൻ്റെ കൺട്രോൾ ഉണ്ടായാലും നമുക്ക് ഡാറ്റ ഔട്ട്പുട്ട് കിട്ടുന്ന ഡാറ്റ എന്തായിരിക്കും? നല്ലൊരു ഡാറ്റ ആയിരിക്കും എന്നുള്ളത്. ആ നല്ലൊരു ഡാറ്റ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്തായിരിക്കണം? നല്ലൊരു ഇൻപുട്ട് ആയിരിക്കണം. നല്ലൊരു ഇൻപുട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും ഔട്ട്പുട്ടും നന്നാവണമെന്നില്ല. അതുപോലെ കൺട്രോൾ ഓവർ പ്രോസസ്സിംഗ് സാധ്യമായാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. ഔട്ട്പുട്ട് നമുക്ക് ഇൻപുട്ടിൻ്റെ ബേസിൽ തന്നെ എന്ത് ചെയ്യാൻ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഔട്ട്പുട്ട് ചെക്ക്ഡ് വിത്ത് ദി ഇൻപുട്ടായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടത്.
ഇപ്പോൾ EDP അപ്ലിക്കേഷൻ കൺട്രോൾ ഉദ്ദേശിക്കുന്നത് 3 തരത്തിലാണ്: കൺട്രോൾ ഓവർ ഇൻപുട്ട്, കൺട്രോൾ ഓവർ പ്രോസസ്സിംഗ്, കൺട്രോൾ ഓവർ ഔട്ട്പുട്ട്. അത് കൺട്രോൾ ഓവർ ഇൻപുട്ട് എന്താന്ന് പറഞ്ഞു, ഇൻപുട്ടിലൂടെ ഫെഡ് ചെയ്യുന്ന ഡാറ്റ എന്തായിരിക്കണം, അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോർമാറ്റ് ചെക്ക്, സീക്വൻസ് ചെക്കിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, കൺട്രോൾ പ്രോസസ്സിംഗ് സാധ്യമാവും. then കൺട്രോൾ ഓവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സാധ്യമാകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. then next ഓഡിറ്റ് ഓഫ് EDP ബേസ്ഡ് അക്കൗണ്ട്. EDP ബേസ്ഡ് അക്കൗണ്ടിന് എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്? ഓഡിറ്റർ ഡിജിറ്റൽ ഏജിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഇലക്ട്രോണിക് ഡാറ്റ ആണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ആ ഓഡിറ്റ് എൻവയോൺമെന്റ് ചെയ്യുമ്പോൾ the basic principles of auditing are the same whether books are maintained by hand or computer. കമ്പ്യൂട്ടറിലാണോ അല്ലെങ്കിൽ എന്താണ് മാനുവലി ആണോ ഡാറ്റ സൂക്ഷിക്കുന്നത് എന്നുള്ള ഒരു വിഷയമല്ല. ആ രണ്ടു തരത്തിൽ സൂക്ഷിച്ചാലും ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് സെയിം തന്നെയാണ്. അതിന്റെ ഓഡിറ്റിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് വർക്ക് എന്തായിരിക്കും, ഇതിൽ EDP എൻവയോൺമെന്റ് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നുള്ളതാണ്. ലെസ് ടൈം കൊണ്ട് എന്ത് ചെയ്യാം, ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ അരിത്തമാറ്റിക്കൽ ആക്യുറസി പരിശോധിക്കേണ്ട പ്രശ്നം വരുന്നില്ല. മോർ ലെജിബിൾ ആൻഡ് കൺസൈസ് ആയിരിക്കും നമ്മുടെ ഡാറ്റ. ഈ വർക്ക് എന്ന് പറയുന്നത് ക്യാൻ ബി ഫാസ്റ്റർ, റെക്കോർഡ്സ് മോർ ലെജിബിൾ ആൻഡ് കൺസൈസ്. നമ്മുടെ റെക്കോർഡ്സ് നേരത്തെ പറഞ്ഞതാണ്, ലെജിബിൾ ആയിരിക്കും, കൂടുതൽ കൺസൈസ് ആയിരിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഡസ് നോട്ട് റെഡ്യൂസ് ദി റെസ്പോൺസിബിലിറ്റി. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല, റെസ്പോൺസിബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നില്ല. ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുവലി ആണോ കമ്പ്യൂട്ടറൈസ്ഡ് ആണോ എന്നുള്ളത് ഒരു വിഷയമല്ല. ഓഡിറ്റ് പ്രോഗ്രാം ഓഫ് ഓഡിറ്റർ വിൽ ബി ദി സെയിം. there may be some slight changes. അവിടെ ചെറിയ ചേഞ്ചസ് എന്തൊക്കെ ഉണ്ടാവാം. ഓഡിറ്റർ ഹാസ് ടു റിക്വയർഡ് ടു എക്സസൈസ് സ്പെഷ്യൽ സ്കിൽസ്, റീസണബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് കോമ്പിറ്റൻസി ഇൻ ഓഡിറ്റിംഗ് നീഡ്. ഓഡിറ്റർക്ക് ആവശ്യമായിട്ടുള്ളത് സ്പെഷ്യൽ സ്കിൽസ് അതിന് വേണ്ടിയിട്ട് വേണ്ടി വരും എന്നുള്ളതാണ്. ഓഡിറ്റർ സ്പെഷ്യൽ സ്കിൽസ്, അതുപോലെ റീസണബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് കോമ്പിറ്റൻസി ഇൻ ഓഡിറ്റിംഗ് EDP എൻവയോൺമെന്റിൽ നിർവഹിക്കുമ്പോൾ അതിനൊരു റീസണബിൾ സ്റ്റാൻഡേർഡ് അതുപോലെ കോമ്പിറ്റൻസിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു വ്യത്യാസം ഉള്ളത്. ഓഡിറ്റ് അപ്രോച്ച് എന്ന് പറയും. ഓഡിറ്റ് അപ്രോച്ചിന് ഏത് രീതിയിൽ ഓഡിറ്റ് അപ്രോച്ച്, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ് എന്തൊക്കെ, ആ ബേസിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ചും അപ്രോച്ച് അനുസരിച്ചുമുള്ള ഓഡിറ്റിംഗ് ആണ് എന്ത് ചെയ്യുക, ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്. ഈ ഓഡിറ്റ് EDP എൻവയോൺമെന്റിലെ ഓഡിറ്റ് നമ്മൾ പറഞ്ഞു, ഓഡിറ്റർക്ക് എന്ത് വേണം, is required to exercise special skills, reasonable standard and competency in auditing in EDP environment. Next, audit approach in EDP environment. എന്താണ് ഓഡിറ്റ് അപ്രോച്ച് ഇൻ EDP environment? ഓഡിറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? Application of electronic data processing system for recording business transactions resulting change, process and storing of information affects the organization and procedure. നമ്മൾ EDP സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ ആ റിസൾട്ട് എന്ത് ചെയ്യുന്നു, പ്രോസസ്, സ്റ്റോറിങ് ഓഫ് ഇൻഫർമേഷൻ അഫക്ട് ദി ഓർഗനൈസേഷൻ ആൻഡ് പ്രൊസീജിയർ. നമ്മുടെ ഓർഗനൈസേഷനെയും പ്രൊസീജിയറിനെയും അതെന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ ഷുഡ് സ്ക്രൂട്ടനൈസ് ദി സ്റ്റഡി അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ കൺട്രോൾസ്. ഓഡിറ്റർ എന്ത് ചെയ്യണം, ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തെയും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തെയും എന്ത് ചെയ്തിരിക്കണം, സ്ക്രൂട്ടനൈസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഓഡിറ്റ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റർ ഷുഡ് സ്ക്രൂട്ടനൈസ് ആൻഡ് സ്റ്റഡി അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. Auditor has to change his verification program in accordance with the manner which records are maintained. ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം ഹിസ് വെരിഫിക്കേഷൻ പ്രോഗ്രാം. അതിൽ വെരിഫിക്കേഷൻ പ്രോഗ്രാം
in accordance with the manner in which records are maintained. Records maintain ചെയ്തതിനനുസരിച്ച് വെരിഫിക്കേഷൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഈ ഓഡിറ്റ് അപ്രോച്ചിന് ADP എൻവയോൺമെന്റ് വരുന്നത്. നമ്മൾ മാനുവലി ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓഡിറ്റർ ഇവിടെയുള്ള ഓഡിറ്റിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആയിരിക്കും. അക്കൗണ്ടിങ് ആണെങ്കിൽ അത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ അതിൽ ഓഡിറ്റർ സ്ക്രൂട്ടനൈസ് ചെയ്യുക അക്കൗണ്ടിങ് സിസ്റ്റത്തെയും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തെയാണ്. Auditor should examine proper allocation is made between revenue and capital. അത് ഓഡിറ്റർ എന്ത് ചെയ്യണം? ഇന്റേണൽ ചെക്ക് സിസ്റ്റം എക്സാമിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രോപ്പർ അലോക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ടോ, ക്യാപിറ്റൽ എന്ന റവന്യൂവിന്റെ എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടോ, തിരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ സാധാരണ പറയുന്ന ഓഡിറ്റിങ്ങിൽ തന്നെയുള്ള കാര്യങ്ങൾ ഇവിടെയും ശ്രദ്ധിക്കണം. റവന്യൂ എന്നുള്ള തിരിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. As this allocation is not done by the computer ഡൺ ചെയ്തിട്ടില്ല എങ്കിൽ അതെന്ത് ചെയ്തിട്ടുണ്ടോ, ക്യാപിറ്റൽ എന്നുള്ള അലോക്കേഷനോ അതേപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ള അലോക്കേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണോ നോക്കണം. It is satisfied the internal control. The auditor can place greater reliance and arithmetical accuracy of accounts maintained under control. ഓഡിറ്റർ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൽ. ഗ്രേറ്റർ റിലയൻസ് arithmetical accuracy and reliability of reliance of the data കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലുള്ള ഡാറ്റയുടെ റിലയബിലിറ്റി എന്ത് ചെയ്യുക അദ്ദേഹത്തിന് എന്ത് ചെയ്യുക അവർക്ക് അവകാശപ്പെടാവുന്നതാണ്. പിന്നെ ലെസ് ടൈം നീഡ് ടു ബി സ്പെൻഡിങ് ദി ചെക്കിംഗ് ദി arithmetical accuracy of the books. ഇവിടെ ലെസ് ടൈമാണ് ആവശ്യമുള്ളൂ, നേരത്തെ പറഞ്ഞതാണ്. Further computerization automatically implies a constant review of system to increase efficiency in producing reliability. Difficulties and problems can be reduced by instituting special control. കൺട്രോൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം ഇതിലെ ഡിഫിക്കൽട്ടീസും പ്രോബ്ലംസും എന്ത് ചെയ്യുക തടയാം. Computerization implies a constant review of system to increase the efficiency producing reliable data. Computerization എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് തന്നെ കോൺസ്റ്റന്റ് റിവ്യൂ ഓഫ് സിസ്റ്റം, നമുക്ക് സ്ഥിരമായിട്ട് ഒരു റിവ്യൂ നടത്തുക എന്നുള്ളതാണ്. അതുപോലെ ഇൻക്രീസ് ദി എഫിഷ്യൻസി ഓഫ് പ്രൊഡ്യൂസിങ് റിലയബിൾ ഡാറ്റ എന്നുള്ളതാണ്. നെക്സ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ് ഇൻ EDP എൻവയോൺമെന്റ്. EDP എൻവയോൺമെന്റിൽ ഓഡിറ്റിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്? അക്വയർ ന്യൂ നോളജ് ആൻഡ് ആഡിക്വേറ്റ് ട്രെയിനിങ് ഇൻ ഓഡിറ്റ്. എന്ത് ചെയ്യണം? ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം? ഷുഡ് അക്വയർ ന്യൂ നോളജ്, adequate training, experience in computerized method of accounting. കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിംഗ് എന്തിരിക്കണം? ഓഡിറ്റർ ട്രെയിനിങ് നേടിയിരിക്കണം. ഓഡിറ്റർ ഷുഡ് ബി കോമ്പിറ്റന്റ് ഇൻ ഓഡിറ്റിംഗ്. ഓഡിറ്റർ ഷുഡ് ബി ഹാവ് സഫിഷ്യന്റ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ പ്രോസസ്സിംഗ്. ഇതിൽ കമ്പ്യൂട്ടറിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങും എന്ത് ചെയ്തിരിക്കണം? കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ട്, പ്ലാൻ ദി എൻഗേജ്മെന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദി EDP. ഓഡിറ്റർ എന്ത് ചെയ്യണം? കെയർഫുൾ പ്ലാൻ ടു എൻഗേജ്മെന്റ്സ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ EDP affects the internal control and application of the audit procedure. എങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എഫക്റ്റ് ചെയ്യുന്നതെന്നും അതിന്റെ അപ്ലിക്കേഷൻ ഓഡിറ്റ് പ്രൊസീജിയർ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ പ്ലാനും ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഡെലിഗേറ്റിംഗ് ദി വർക്ക് ഓഫ് ഓഡിറ്റ്. അതുപോലെ ഓഡിറ്റ് വർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് സ്റ്റാഫിൻ്റെ ഇടയിൽ EDP എൻവയോൺമെന്റിൽ എങ്ങനെ ഓഡിറ്റർ എത്രത്തോളം കോഷ്യസ് ആയിരിക്കണം, അതേപോലെ തന്നെ എങ്ങനെ അവർ സഫിഷ്യന്റ് സ്കില്ലുള്ള ആളുകൾക്ക് തന്നെയായിരിക്കണം വർക്ക് കൊടുക്കുന്നത്. ഓഡിറ്റർ കോമ്പിറ്റൻസി ആൻഡ് സഫിഷ്യൻസി ഓഫ് അണ്ടർസ്റ്റാൻഡ് EDP, ഡയറക്റ്റ് ആൻഡ് സൂപ്പർവൈസ് ആൻഡ് റിവ്യൂ ദി വർക്ക് ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. അതിൻ്റെ ഓഡിറ്റേഴ്സിൻ്റെ വർക്കിനെ ഡയറക്റ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും റിവ്യൂ ചെയ്യാനുള്ള കഴിവ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ പിന്നെ പ്ലാനിങ് ഓഫ് ഓഡിറ്റ് ആണ് പറയുന്നത്. ഇൻ പ്ലാനിങ് ഇസ് ഓഡിറ്റർ ഷുഡ് കളക്ട് സഫിഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് EDP.
EDP എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആദ്യം കളക്ട് ചെയ്യണം. അതിൽ ഒന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ EDP ഏതാണെന്നുള്ളത്, then computer hardware software used in organization, application of input, the nature of processing, policies regarding retention of data. എങ്ങനെ ആപ്ലിക്കേഷൻ ഇൻപുട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ പ്രോസസ്സിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ റീടെൻഷന് വേണ്ടി ഡാറ്റ റീടെൻഷന് വേണ്ടിയിട്ടുള്ള പോളിസി എന്താണെന്നുള്ളത്. Then plans regarding implementation of revision of existing data. നിലവിലുള്ള ഡാറ്റയുടെ തന്നെ റിവിഷന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ്. Whether there is any possibility of collusion between the members of client staff. അവിടെ client staff ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടോ. Whether the unscrupulous operators can manipulate the system. ഏതെങ്കിലും തലതിരിഞ്ഞ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ വരുത്തിയിട്ടുണ്ടോ. ഇതൊക്കെ നോക്കേണ്ടത് പ്ലാനിങ് ഘട്ടത്തിലാണ്, പ്ലാനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ്. പ്ലാനിങ് ഓഫ് ഓഡിറ്റ് അതിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്ലാനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളതൊക്കെ. Then next, review of internal control. ലാസ്റ്റ് സ്റ്റെപ്പാണ് റിവ്യൂ ഓഫ് ഇന്റേണൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. പ്രൈമറി ഡാറ്റ ആർ നോട്ട് വിസിബിൾ ആൻഡ് വീക്ക് ഇന്റേണൽ ചെക്ക് സിസ്റ്റം മേ ലീഡ് ടു ഫ്രോഡ് ആൻഡ് എറർ. നമ്മൾ പ്രൈമറി ഡാറ്റ ഒരിക്കലും വിസിബിൾ അല്ലാത്ത ഒരു സിസ്റ്റമാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EDP എൻവയോൺമെന്റിലുള്ള ഓഡിറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ തന്നെ ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന്റെ വീക്ക്നെസ് അത് ഫ്രോഡ് ആൻഡ് എറേഴ്സിലേക്ക് നയിക്കും. എഫിഷ്യന്റ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എൻഷുർ ഓഡിറ്റർ സേഫ്റ്റി. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഓഡിറ്റർ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ ഷുഡ് റിവ്യൂ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം റെഗുലർലി. അതുകൊണ്ട് തന്നെയാണ് ഓഡിറ്റർ റിവ്യൂ ദി ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം റെഗുലർ ആയിട്ട് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം റിവ്യൂ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം. പിന്നെ റെക്കോർഡ്സ് ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സ് എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു. ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം ഡയറക്റ്റ് ഇൻപുട്ട് ഡിവൈസസ് വിച്ച് എലിമിനേറ്റ് ദി സോഴ്സ് ഡോക്യുമെന്റ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് ഡിവൈസ് കൊടുക്കുന്നുണ്ട്, അവിടെ എന്തുണ്ടാകുന്നില്ല, സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഓഡിറ്റർ ഹാസ് ടു സെലക്ട് എക്സാമിൻ റെക്കോർഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡാറ്റ പ്രോസസ്സിംഗ്. ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടി വരും, ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റത്തിലുള്ള റെക്കോർഡ്സ് എന്ത് ചെയ്യേണ്ടി വരും, ഓഡിറ്റർ പരിശോധിക്കേണ്ടി വരും. അണ്ടർ EDP സിസ്റ്റം ലാക്ക് ഓഫ് വിസിബിൾ ആൻഡ് കംപ്ലീറ്റ് ഓഡിറ്റ് ട്രയൽ മേ ക്രിയേറ്റ്. കംപ്ലീറ്റ് ഒരു ഓഡിറ്റ് ട്രയൽ അവിടെ എന്തില്ല, അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ വിസിബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് ട്രയൽ അവിടെ എന്തില്ല, നടക്കില്ല. അതുകൊണ്ട് ഇൻ സച്ച് കേസ് മസ്റ്റ് റെഫർ ദി ഒറിജിനൽ റെക്കോർഡ്സ്. അത്തരം ഘട്ടത്തിൽ ഒറിജിനൽ റെക്കോർഡ്സ് എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. The vouchers, journals, other books of accounts provide the link into audit trail. Audit trail വരുന്ന ജേണൽസ്, വൗച്ചേഴ്സ്, അതുപോലെ തന്നെ മറ്റേ അതർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, ഓഡിറ്റർ പരിശോധിക്കണം. ഓഡിറ്റർ മേ ട്രേസ് സർട്ടൻ സെലക്ടഡ് ട്രാൻസാക്ഷൻ. ഏതെങ്കിലും സെലക്ടഡ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, ട്രേസ് ചെയ്യുക ഫ്രം ഇൻപുട്ട് ഡോക്യുമെന്റ്സ് ടു റെഗുലർ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഓഡിറ്റർക്ക് ചെയ്യാവുന്ന ഒരു ഇതുണ്ട്, കമ്പ്യൂട്ടർ തന്നെ നൽകുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് നൽകുന്ന ഇൻഫർമേഷൻ്റെ കറക്റ്റ് ആണോ എന്നുള്ളത് ട്രേസ് ചെയ്യാൻ ഏതെങ്കിലും സാമ്പിൾസ് സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയാണ് അറിയാം. ആ സാമ്പിൾ ഡാറ്റ ട്രേസ് ചെയ്യാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് EDP എൻവയോൺമെന്റിൽ ഓഡിറ്റിങ്ങിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്.